പ്രൈസ് ദി ലോർഡ്. നാം ഈ പകൽക്കാലം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് എപ്രകാരമാണ് നമുക്ക് ഒരു ജയാളിയെപ്പോലെ ജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാം ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ശത്രു പരാജയപ്പെട്ട വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരുടെ ജീവിതത്തിൽ പിശാചിനെ വലുതായിട്ട് കാണിക്കാറുണ്ട്. പിശാചിൻ്റെ പ്രവർത്തികളെ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ ഭയന്ന് വിറച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ആരാധനകൾ നഷ്ടപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ശത്രു തോൽപ്പിക്കപ്പെട്ടവനാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. എവിടെയാണ് തോൽപ്പിക്കപ്പെട്ടത്? കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവനെ പരസ്യകോലമാക്കി അതിൻ്റെ മേൽ ജയം നേടി ദൈവം നമ്മളെ ഒരു ജയാളിയായിട്ട് വിളിച്ചിരിക്കുകയാണ്. ആ അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:15 പറയുകയാണ്, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിൻ്റെ സകല അന്ധകാര ശക്തികളെയും കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ ആയുധങ്ങൾ മുഴുവനും കീഴടക്കി, ഇല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ക്രൂശിൽ വെച്ച് അന്ധകാര ശക്തികളെ തോൽപ്പിച്ച ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. ആയതുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകരുത്, പ്രത്യാശയോടെ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും വേദനകളും പ്രതികൂലങ്ങളൊക്കെ വരുന്ന സമയത്ത് തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വളർച്ചയുണ്ടാകണം, വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കണം. അതിനായി ദൈവവചനം പഠിക്കണം, ദൈവത്തിൻ്റെ ആഴങ്ങളെ നമ്മൾ അറിയുകയും ദൈവവുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുകയും ചെയ്യണം. ശത്രുവിൻ്റെ പദ്ധതികളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് ശത്രുവിൻ്റെ പദ്ധതികളെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പിശാചെന്ന് പറഞ്ഞാൽ ഒരു പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞ ഒരു സിംഹമാണ്. അവനെന്ന് ഗർജിക്കാൻ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അവന് നമ്മുടെ മേൽ ജയമെടുക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ മേൽ പലപ്പോഴും ജയമെടുക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ ജീവിതത്തിൽ പിശാചിന് നാം കൊടുക്കുന്നതായിട്ടുള്ള ലീഗൽ റൈറ്റുകൾ, അത് പാപം വഴി, അകൃത്യങ്ങൾ വഴി, ലംഘനങ്ങൾ വഴി പിശാച് വാദിക്കുന്നതായിട്ട് വാദങ്ങളാണ് പലപ്പോഴും അല്ലെങ്കിൽ അവൻ ജയമെടുക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ദൈവവചനം പ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പിശാചിന് ജയം നേടുവാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. ശത്രുവിനേക്കാൾ വലിയ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ നല്ല ദിവസം ഹല്ലേലൂയ, ശത്രു ഹല്ലേലൂയ എത്ര ശക്തിയുള്ള ആയിരുന്നാലും അതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ഒരു നല്ല ദൈവത്തിൻ്റെ ഹല്ലേലൂയ പൈതലായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 4:4 പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നാണ് നാം ജനിച്ചത്, ദൈവത്തിൻ്റെ മക്കളാണ് നാം എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ലോകത്തെ ജയിക്കുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ലോകത്തെ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ജയം പ്രാപിപ്പാനായിട്ടോ സാധ്യമാകുകയുള്ളൂ. അപ്രകാരമാണ് വിശ്വാസം വരുന്നത്. വിശ്വാസം നമ്മുടെ ദൈവവചനം പഠിക്കുന്നതിലൂടെ, അത് കേൾക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുകയും വിശ്വാസം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 118:6 പറയുന്നു, അവൻ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? പലപ്പോഴും ഹല്ലേലൂയ മനുഷ്യൻ വഴിയാണ് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിപ്പാനിടയായി തീരുന്നത്. പിശാചിന് ഒരു ശരീരം ആവശ്യമാണ്. ആയതുകൊണ്ട് ദുഷ്ടരായിരിക്കുന്ന വ്യക്തികളിലൂടെ പിശാച് പലപ്പോഴും നമുക്ക് വിരോധമായി എഴുന്നേൽക്കാറുണ്ട്. പക്ഷേ നാം കാണേണ്ട ഏറ്റവും വലിയ കാര്യം ആ വ്യക്തിയിലല്ല, ആ വ്യക്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അവനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. ഹല്ലേലൂയ. നാം ജയാളിയായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ജയിക്കുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാണുവാനായിട്ട് സാധ്യമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ശത്രു എവിടെയൊക്കെ പ്രബലനായിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ ജീവിതത്തിൽ ഭയം നേടിയിട്ടുണ്ട്. ഭയം വന്നിട്ടുണ്ട് എങ്കിൽ ശത്രു ജയിക്കും. അതുകൊണ്ട് ഭയം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, സ്ഥാനം കൊടുക്കരുത്. പേടി വരുന്ന സമയത്ത് ഭയത്തെ നമ്മൾ പുറത്താക്കി അതിൻ്റെ മേൽ നമ്മൾ ജയമെടുക്കണം. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. 2 തിമോഥെയോസ്
1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ആ ആത്മാവിൻ്റെ പ്രത്യേകത ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഈ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ഭയപ്പെടേണ്ട ആവശ്യമില്ല. യെശയ്യാവ് 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഭയന്ന് പോകാതെ ദൈവസന്നിധിയിൽ നമ്മൾ ധൈര്യത്തോടെ നിൽക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. നമ്മൾ എത്ര കാലമാണ് ഭയം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, അത്രത്തോളം പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കീഴടക്കുവാനായിട്ട് സാധ്യമാണ്. അത് ആയതുകൊണ്ട് ഭയം നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഭയത്തെ നമ്മൾ പുറത്താക്കണം. ഇയ്യോബ് തന്നെ താൻ പേടിച്ചത് അവൻ്റെ ജീവിതത്തിൽ ഭവിച്ചു എന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ അവൻ ഭയപ്പെട്ടത് അവൻ്റെ ജീവിതത്തിൽ ഭവിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭയം വേണ്ട. ഭയമെന്ന് പറയുന്നത് പിശാചിൻ്റെ വലിയ ആയുധമാണ്. ഭയം കൊണ്ടിട്ട് പലരെയും നിരാശപ്പെടുത്താറുണ്ട്, ആകുലപ്പെടുത്താറുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, നാളെ വിവാഹ ജീവിതത്തിനെ കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, കടങ്ങൾ കാര്യം, നാളെ കടക്കാരി വന്ന് എൻ്റെ ജീവിതത്തെ ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ, രഹസ്യമായി അനുഭവിക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ, മാനസികമായ വ്യഥകൾ, ഇങ്ങനെ പല തരത്തിൽ ഭയം കീഴടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേൽ ജയമെടുക്കുവാനായിട്ട് സാധ്യമാകത്തില്ല. പലപ്പോഴും ഈ ജയം നമുക്ക് നേടണമെങ്കിൽ ദൈവവചനം നമ്മുടെ അകത്ത് വേണം. ദൈവവചനം അകത്തുണ്ട് എങ്കിൽ ഭയത്തിന് സ്ഥാനമില്ല. ഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാനായിട്ട് സാധ്യമാണ്. പിശാച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ചെറിയ പ്രശ്നങ്ങളെ വലിയതായി കാണിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളത് കണ്ട് നിരാശപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. സെഖരിയാവ് 4:7 പറയുന്നു, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. ഹല്ലേലൂയ. അവിടെ പർവ്വതകരമായ ഹല്ലേലൂയ അവസ്ഥകൾ നിൽക്കുകയാണ്. പക്ഷേ അത് സമഭൂമിയായി തീരുവാനിടയായി തീരും. പർവ്വതം പോലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നോക്കുവാൻ തക്കവണ്ണം, അതെല്ലാം മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നമ്മൾ നോക്കുക. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഉൽപ്പത്തി 18:14 പറയുന്നു, യഹോവയ്ക്ക് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. സകലതും സാധ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നിൻ്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ അസാധ്യമായ ഏത് മേഖലയുണ്ടോ അതിനെ സാധ്യമാക്കുവാൻ യേശു സർവശക്തനാണ്. രോഗമായിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസറുകളായിരിക്കാം, അല്ലെങ്കിൽ മാറാവ്യാധികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാമ്പത്തിക തകർച്ചകളായിരിക്കാം, എന്ത് തന്നെയായിരുന്നാലും പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കും. നീ ധൈര്യത്തോടായിരിക്കുക, നീ തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. യേശുവിൽ മാത്രം നീ ആശ്രയിക്കുക. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഈ പകൽക്കാലം സകലതും സാധ്യമാക്കി തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മേൽ ദൈവം നമുക്കൊരു ജയം തന്നിരിക്കുകയാണ്. എന്തിനാണ് ശത്രുവിൻ്റെ മേൽ ജയം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്? കാൽവരി ക്രൂശിൽ അവൻ പിശാചിൻ്റെ തലയെ തകർത്തത് മാത്രമല്ല, ആ അധികാരം തൻ്റെ മക്കളായിരിക്കുന്നു നമുക്ക് ദൈവം തന്നിരിക്കുന്നു. കാര്യം, ശത്രു ഇനി നമ്മുടെ ജീവിതത്തിൽ വാഴരുത്, ശത്രുവിൻ്റെ പദ്ധതികൾ ഉണ്ടാകരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം ജയിക്കണം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും അത് ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ, പാമ്പിനെയും തേളിനെയും അത് പാമ്പും തേളുമൊക്കെ ആക്ഷരികമായിട്ട് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അത് ഉപമിച്ചിരിക്കുന്നത് പിശാചുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പിശാചുകൾ പലതരത്തിൽ മുമ്പിൽ നിന്നും പിന്നിൽ നിന്നൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം ചവിട്ടി മെതിച്ച് നമുക്ക് വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. റോമർക്കെതിരെ ലേഖനം 16:20 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം നിന്നെ വേഗത്തിൽ സാത്താനെ ഹല്ലേലൂയ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അപ്പോൾ നാം ആരാധിക്കുന്ന ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. സമാധാനം നൽകി നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ട് നീ നിരാശപ്പെടരുത്. ശത്രുവിനെ കണ്ട് നീ തളർന്നു പോകരുത്.
സമാധാനത്തിൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മളൊക്കെ റോഡിൽ പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ നമ്മളായിരിക്കുമ്പോൾ വലിയ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഒരു പോലീസുകാരൻ, ട്രാഫിക് പോലീസ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഹല്ലേലൂയ സ്റ്റോപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള സിമ്പൽ ഇല്ലെങ്കിൽ അദ്ദേഹം കൈ കാണിക്കുമ്പോൾ നമ്മൾ നിൽക്കുവാനും ഇല്ലെങ്കിൽ കൈ കാണിക്കുവാനും പോകുമ്പോൾ കൈ കാണിക്കാൻ പോകാൻ പറയുമ്പോൾ പോകാനും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അധികാരം പോലെയാണ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് അതിനേക്കാളൊക്കെ ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാര്യം എന്തെന്നറിയാമോ? അധികാരത്തിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവവൈതലായിരിക്കുന്നത് കൊണ്ട് ആ ശത്രുവിൻ്റെ മേൽ ജയമുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തെ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ആ പ്രശ്നത്തെ ജയിക്കാനായിട്ട് പറ്റും. നീ ദൈവത്തിൻ്റെ വചനത്തിലും യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നീ നോക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. നന്ദിയോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പല പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. ദാവീദ് തന്നെ പറയുകയാണ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 17:37 പറയുന്നു, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. അവൻ എന്ത് ചെയ്യും? ഈ ഫിലിസ്തീൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തന്നെ ഫിലിസ്തീൻ്റെ മുമ്പേ നിർത്തും മുമ്പ് ദൈവം അവനെ ഒരു അഭ്യാസം നടത്തുകയാണ്. എവിടെ? സിംഹത്തിൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയ ദാവീദിനെ ഹല്ലേലൂയ അതിൻ്റെ മേൽ ജയം നേടുവാനായിട്ടുള്ള ശക്തി ദൈവം അവന് കൊടുക്കുകയുണ്ടായി. കരടിയുടെ മുമ്പിൽ പെട്ടതായ ദാവീദിനെ അതിൻ്റെ മേൽ ജയം നേടുവാൻ ദൈവം അവന് ശക്തി കൊടുത്തു. പിന്നത്തേതിലാണ് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത്. നമ്മുടെ ജീവിതത്തിനകത്തും പലപ്പോഴും ചെറിയ ചെറിയ പൈശാചികമായ പോരാട്ടങ്ങളെ ജയിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ അഭിഷേകം ചോർന്നു പോകുന്നല്ല, അഭിഷേകം വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു വരികയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. ആയതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ധൈര്യത്തോടെ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പരിചയം ഒരു കൃപാവരമാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കൃപാവരങ്ങൾക്ക് വേണ്ടി ദാഹിക്കാറുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ പരിചയം എന്ന കൃപാവരം നമ്മൾ ചോദിക്കാറില്ല. കാര്യം ഈ വിശ്വാസ ജീവിതമുണ്ടെങ്കിൽ ശത്രുവിൻ്റെ തീയമ്പുകൾ വരുമ്പോൾ നമ്മളെ തളർത്തുവാനായിട്ട് പറ്റത്തില്ല. നമുക്കതിൻ്റെ മേൽ ജയം നേടുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അവൻ്റെ പിശാചിൻ്റെ സകല പദ്ധതികളെയും അവൻ്റെ തീയമ്പുകളെയൊക്കെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം എഫേസ്യർ 6:16 പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ശത്രുവിൻ്റെ നുണ കണ്ട് ഹല്ലേലൂയ നമ്മൾ ഭയപ്പെടരുത്. അവൻ്റെ നുണം ദൈവവചനം എന്ന ആയുധം കൊണ്ട് നമ്മൾ നേരിടണം. നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരു കനത്ത മഴ നമ്മൾ പെയ്യുന്ന സമയത്ത് ഒരു കുട പിടിച്ച് നമ്മൾ പോകുന്നത് പോലെയാണ്. ഹല്ലേലൂയ. എന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മഴ പെയ്യാണ്, വാസ്തവമാണ്. പക്ഷേ നമ്മൾ ആ കുട പിടിച്ചിരിക്കുന്നത് കൊണ്ട് മഴ കൊള്ളാതെ നമുക്ക് അതിൽ നിന്ന് ഒരു സംരക്ഷണമാണ്. അതുപോലെയാണ് ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വിശ്വാസമാകുന്ന കുട ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, നമുക്ക് ശത്രുവിനോടുള്ള മനോഭാവം ഇപ്രകാരമായിരിക്കുന്നു. ശത്രുവിനെ കണ്ടിട്ട് നമ്മൾ ഭയന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശത്രുവിനെ കണ്ട് ഓടിപ്പോകുന്ന വ്യക്തികളുണ്ട്. മറിച്ച് ഹല്ലേലൂയ അവനോട് നമ്മൾ എതിർത്ത് നിൽക്കണമെങ്കിൽ നാം ദൈവത്തിന് കീഴടങ്ങണം. യാക്കോബ് 4:7 പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും. പലരുടെയും ജീവിതത്തിനകത്ത് പിശാച് ഓടിപ്പോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴടങ്ങുവാൻ അവർക്ക് താല്പര്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായി ഓടിപ്പോകാനിടയായി തീരും. ഹല്ലേലൂയ. ശത്രു നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ കീഴടങ്ങുവാൻ
തീരുവാനിടയായി തീരും. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴടങ്ങി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് പിശാചൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു. പിശാചെന്ന് പറയുന്നത് 1 പത്രോസ് 5:8 പറയുന്നു, അവൻ ശത്രുവായ പിശാച് ഒരു അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ, അവൻ്റെ പദ്ധതികളെല്ലാം തകർക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. നമ്മൾ ധൈര്യത്തോടെ നമ്മളായിരിക്കണം. നമുക്കൊരു നിത്യജീവന ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുന്നത് കൊണ്ട് ഈ ശത്രുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം. ഒരിക്കലൊരു മകൻ ഹല്ലേലൂയ ഒരു അപ്പനും കൂടെ ഒരു മല കയറുവാനായിട്ട് പോയി. മല പകുതി കയറിയ സമയത്ത് അവൻ താഴോട്ട് നോക്കിയപ്പോൾ തനിക്ക് കൈയും കാലും വിറയ്ക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ അവന് മുമ്പോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്ത് അവൻ്റെ അപ്പം പറഞ്ഞു, മോനെ, നീ പർവ്വതത്തെയല്ല നോക്കേണ്ടത്, നീ എൻ്റെ മുഖത്ത് നീക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നീ എന്ത് ചെയ്യില്ല, നീ തളർന്നു പോകുകയില്ല. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ നാം നിരാശപ്പെട്ടു പോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വചനം പറയുന്നു, സെഖര്യാവ് 4:6 പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമ്മുടെ ഹല്ലേലൂയ സൈന്യബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ ഇവനെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. മറിച്ച് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്കായി, കൃപാവരങ്ങൾക്കായി വലിയൊരു ദാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ അതിൻ്റെ മേൽ നമുക്ക് ജയം നേടുവാനായിട്ട് സാധ്യമാണ്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം ദൈവത്തിനുള്ളതാണ്, നമുക്കുള്ളതല്ല, ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് നമുക്ക് ജയിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. നമ്മുടെ യുദ്ധമല്ല, അത് ദൈവത്തിൻ്റെ യുദ്ധമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 1 ശമൂവേൽ 17:47 പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെതാണ് യുദ്ധം. ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അത് നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ചക്രവർത്തിയുടെ മകനെ ഹല്ലേലൂയ ശത്രു സൈന്യം പിടിച്ച് വളഞ്ഞിരിക്കുമ്പോൾ ശത്രുക്കൾ അവൻ്റെ മുഖത്തേക്ക് ഓടി വന്ന് അവനെ ഉപദ്രവിക്കുന്ന സമയത്ത് അവൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് ശത്രു ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും ധൈര്യത്തോടെ നീ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, എന്നെ ഹല്ലേലൂയ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, അവൻ ഹല്ലേലൂയ അവൻ ഇവിടെ വന്നിട്ടുണ്ട്, അവൻ നിന്നെയും നിൻ്റെ പദ്ധതികളെയും നിൻ്റെ കൂട്ടാളികളെയും തകർത്ത് കളയും എന്ന് പറയാനിടയായി തീർന്നു. ആ വാക്കിന് മുമ്പിൽ ശത്രു പതറിപ്പോയി. കാര്യം അപ്പോഴാണ് അവൻ ചിന്തിച്ചത്, ഹല്ലേലൂയ ഇത് രാജാവിൻ്റെ ഒരു മകനാണ്, അവനെ തൊടുന്നതിന് രാജാവിനെ തൊടുന്നതിന് പോലെയാണ്. പ്രിയ ദൈവവൈദ്യനെ, നിന്നെ തൊടുന്നത് ദൈവത്തെ തൊടുന്നത് പോലെയാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ചയിലേക്ക്, പ്രയാസത്തിലേക്ക്, വേദനയിലേക്ക് നിന്നെ കൊണ്ടിട്ട് നിൻ്റെ വിശ്വാസ ജീവിതം തളർത്തിക്കളയാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, അതിൽ നിന്നെല്ലാം ജയം നേടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കടന്നു വരിക. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ ദൈവം പണിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ ശത്രുവിൻ്റെ പദ്ധതികളെ ജയിക്കുവാനായിട്ടുള്ള അഭിഷേകത്തെ, കൃപയെ ദൈവം നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് നിൻ്റെ ജീവിതത്തിൽ ശത്രുവിനെ തിരിച്ചറിയാനായിട്ട് സാധ്യമാകുന്നത്. പരിശുദ്ധാത്മാവുമായി എത്രത്തോളം ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ അത്രത്തോളം ശത്രുവിൻ്റെ പദ്ധതികൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അതിനുമേൽ ജയം നേടുവാനായിട്ട് സാധ്യമാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ബലം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങൾ ശത്രുവിനെയല്ല നോക്കേണ്ടത്, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവനെ ഒരിക്കലും നിങ്ങൾ വലുതായി നിങ്ങൾ ചിത്രീകരിക്കരുത്, അവനെ ഒരിക്കലും നിങ്ങൾ വലുതായി കാണരുത്. അവനൊരു പരാജയപ്പെട്ട വ്യക്തിയാണ്, അവനൊരു തോറ്റുപോയ ഒരു വ്യക്തിയാണ്. അവന് നിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഇടം കൊടുക്കാതിരുന്നാൽ അവൻ ജയിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടായിരിക്കുക. അവൻ ശത്രുവിനെ ജയിക്കുന്ന ഒരു അഭിഷേകം ഈ പകൽക്കാല കർത്താവ് നിൻ്റെ ജീവിതത്തിൽ നൽകി. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും ദൈവം നിന്നെ മാനിക്കുകയും ദൈവം നിന്നെ ഉയർത്തുകയും ചെയ്യും. ഈ നല്ല ഹല്ലേലൂയ സന്ദേശങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയോടെ നീ ധൈര്യത്തോടെ ആയിരിക്കുക. അനേകർക്ക് ആശ്വാസത്തിന് കാരണമായി തീരട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും നമ്മുടെ വാട്സപ്പിലും ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.